ഹായ്, അഭിനവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര പുറത്തിറക്കിയ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അത് PDF ആയിട്ട് അവൈലബിൾ ആണ്, സൈറ്റിൽ തന്നെ ഉണ്ട്. അതിൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ആ PDF തന്നെ ഉണ്ട്. ഇവിടെ ചെയ്യാൻ പോകുന്നത് അത് ചിലത് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് കണക്റ്റ് ആവാത്ത പോലെ ഉണ്ടാവും. ഇപ്പോൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ആൻസർ അറിയാവുന്ന ഒരുവിധമെല്ലാം പഠിച്ച് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് നോക്കി പോകാവുന്നതേ ഉള്ളൂ. റെഡി? ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ആധുനിക ആവർത്തന നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ഡാഷിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ആധുനിക ആവർത്തന നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ എന്തിൻ്റെ ആവർത്തന ഫലങ്ങളാണ്? അത് അറ്റോമിക നമ്പറിൻ്റെ ആണോ അറ്റോമിക മാസിൻ്റെ ആണോ ആവർത്തന ഫലമായിട്ട് വരുന്നതെന്നുള്ള ഉത്തരം അറ്റോമിക നമ്പറാണ്. അറ്റോമിക നമ്പർ ആധുനിക ആണെങ്കിൽ, ആധുനിക ആവർത്തന പട്ടികയൊക്കെ ഉണ്ടാക്കിയില്ലേ, അത് അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമായിട്ടാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ സമീകൃത സമവാക്യം ഏത്? സമീകൃത സമവാക്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഈ കിടക്കുന്ന ഏറോ മാർക്കിൻ്റെ ഇപ്പുറത്തുമുള്ള മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ എറോ മാർക്കിന് നമ്മൾ ഗിവ്സ് എന്നൊക്കെയാണ് പറയാം. എറോ മാർക്ക് എന്നൊന്നും പറയില്ല, ഗിവ്സ് എന്ന് പറയാം. ശരി, നോക്കാം. ഒന്നാമത്തെ ആണെങ്കിൽ mg + O2 gives MgO എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഇടത്തെ സൈഡിൽ ഒരു mg ഉണ്ട്, വലത്തെ സൈഡിൽ ഒരു mg ഉണ്ട്. അപ്പോൾ ഓക്കെ. പക്ഷേ ഇടത്തെ സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ O2 എന്നല്ലേ പറഞ്ഞത്, പക്ഷേ വലത്തെ സൈഡിൽ ഒരു O ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. അടുത്തതിലേക്ക് നോക്കാം. ഇടത് സൈഡിൽ ഒരു mg, വലത് സൈഡിൽ 2 mg. അപ്പോഴേ അത് തെറ്റാന്ന് മനസ്സിലായി. പോട്ടെ. മൂന്നാമത്തെ നോക്കാം. ഇടത് സൈഡിൽ 2 mg, വലത് സൈഡിൽ 1 mg. അപ്പോൾ തെറ്റി. ബാക്കി നോക്കണ്ട. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം. നാലാമത്തെ 3 തെറ്റാണെങ്കിൽ പിന്നെ നാലാമത്തെ ആയിരിക്കുമല്ലോ ഉത്തരം. എന്തായാലും നോക്കിക്കളയാം. ഇടത് സൈഡിൽ 2 mg, വലത് സൈഡിൽ 2 mg. ഇടത് സൈഡിൽ 2 ഓക്സിജൻ, വലത് സൈഡിൽ 2 ഓക്സിജൻ. അതെന്താ O എന്ന് മാത്രമേ ഉള്ളൂ, O2 എന്നില്ലാലോ എന്നുള്ളത് ആലോചിക്കണ്ട. 2 MgO എന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 MgO എന്ന് പറഞ്ഞാൽ ഇവിടെ 2 mg ഉണ്ട്, 2 ഓക്സിജനും ഉണ്ട്. ഈ കിടക്കുന്ന 2 ഓക്സിജനും മഗ്നീഷ്യത്തിനും ഒരുപോലെ ബാധകമായി കിടക്കുന്നതാണ്. ഈ 2 mgക്കും ഉണ്ട്, ഈ 2 ഓക്സിജനും ഉണ്ട്, ഓയ്ക്കും ഉണ്ട്. അപ്പോൾ 2 mgയും 2 ഓയും വലത് സൈഡിലുണ്ട്, ഇടത് സൈഡിലും 2 mg 2 O. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. NaCl + AgNO3 gives AgCl + NaNO3. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? ഓർത്തു വെച്ചേക്ക, ഇത് ദ്വിവിഘടന രാസപ്രവർത്തനമാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. അടുത്ത ചോദ്യം: പഞ്ചസാര ലായനിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളോട് തെറ്റായതോ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത് ശരിയായതാണ്. ഇത് ഒരു ഏകാത്മക മിശ്രിതമാണോ അല്ലെങ്കിൽ ഖരലായനിയാണോ? ഇതിലെ ലായകം ഖരമാണോ? ഇത് എപ്പോഴും ഒരു പൂരിത ലായനി ആയിരിക്കണം എന്നുണ്ടോ? നോക്കാം. ലാസ്റ്റ് നിന്ന് മുന്നിലേക്ക് വരാം. ഇത് എപ്പോഴും ഒരു പൂരിത ലായനി ആയിരിക്കും, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് പഞ്ചസാരയുള്ള ഒരു വെള്ളവും, പഞ്ചാര വെള്ളം. അപ്പോൾ അത് പൂരിത ലായനിയൊന്നുമില്ല. അതിൽ മാക്സിമം ഇട്ട് കലക്കി കഴിഞ്ഞാൽ അത് പൂരിത ലായനിയാവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ D തെറ്റാം. ഇതിലെ ലായകം ഖരമാണ് എന്നാണ് ഓപ്ഷൻ C പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്, ജലമാണ്. ജലം ഒരിക്കലും ഖരമല്ലല്ലോ. അപ്പോൾ ഇതും തെറ്റാം. ഓപ്ഷൻ B നോക്ക്. ഇത് ഖരലായനിയാണ്. ഖരലായനി അല്ല. കാരണം പഞ്ചസാര വെള്ളത്തിൽ കലക്കി നമ്മൾ പഞ്ചാര വെള്ളം എന്നല്ലേ പറയല്. പഞ്ചാര വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു ലായനിയാണ്, വെറും ലായനിയാണ്, ഖരലായനിയൊന്നും അല്ല. അപ്പോൾ ഇതും തെറ്റാം. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. ഇത് ഏകാത്മക മിശ്രിതമാണ്. ഇങ്ങനെ പഞ്ചസാര വെള്ളം ഉണ്ടാക്കി കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കി കഴിഞ്ഞാൽ ഏത് ഭാഗത്തുനിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് നക്കി നോക്കിയാലും അതിന് മധുരം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു ഏകാത്മക മിശ്രിതമാണ്. ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ളതും കൂടി ഒന്ന് പറയേണ്ടിയിട്ടാണ് ലാസ്റ്റ് മുന്നിലേക്ക് വന്നത്.
പോട്ടെ, അടുത്ത ചോദ്യം. നൈട്രജൻ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കുമ്പോൾ ഡാഷ് ലഭിക്കുന്നു. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡിനൊന്ന് എഴുതി നോക്കാം. നൈട്രജൻ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എവിടെയാണ് ലയിക്കുന്നത്? മഴവെള്ളത്തിൽ. മഴവെള്ളമായാലും പച്ചവെള്ളമായാലും ഒക്കെ അത് H2O ആയിരിക്കും. അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള Nഉം Oയും Hഉം Oയും രണ്ടോ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജനും കുറേ ഹൈഡ്രജനും കുറച്ച് നൈട്രജനും ഒക്കെയുള്ള നൈട്രജൻ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും കൂടെ മിക്സായ ഒരു സാധനമായിരിക്കും. അത് HNO3 ആയിരിക്കും കേട്ടോ. HNO3 ആയിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം. Al13 ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാം. അലൂമിനിയം, Al എന്ന് പറഞ്ഞാൽ അലൂമിനിയാണ്. അലൂമിനിയം 13. അതൊന്ന് മേലെ എഴുതി വെച്ച സാധനം. പിന്നെ എടാ അത് നമുക്ക് തൽക്കാലം ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ചിത്രീകരിക്കാന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ചിത്രീകരിക്കുമ്പോൾ ഒന്നും ആ മേലെ എഴുതിയ ആവശ്യം തൽക്കാലം ഇല്ല. കാരണം മേലെ എഴുതിയത് മാസ് നമ്പറാണ്. മാസ് നമ്പർ നമുക്ക് തൽക്കാലം ഇവിടെ വേണ്ട. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആയാലും ചിത്രീകരിക്കുമ്പോൾ ആയാലും ഒക്കെ ആവശ്യമുള്ള അറ്റോമിക് നമ്പറാണ്. അറ്റോമിക നമ്പർ. ഇനി എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. ചിത്രീകരിക്കാനാണ് പറഞ്ഞത്. ചിത്രീകരിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ അലൂമിനിയം 13, അറ്റോമിക നമ്പർ 13 വരുന്ന മൂലകമാണ് അലൂമിനിയം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി വെക്കാം. അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് ആകെ 13 പ്രോട്ടോൺസ് ഉണ്ട് എന്നല്ല ഈ എഴുതിയതിൻ്റെ അർത്ഥമല്ലേ. അപ്പോൾ അല്ലെങ്കിൽ 13 ഇലക്ട്രോൺ അങ്ങനെയല്ലേ പറയില്ല നമ്മൾ അറ്റോമിക നമ്പർ പറയുമ്പോൾ. അപ്പോൾ 13 മൊത്തം വരണം. ആദ്യത്തെ K ഷെല്ലിൽ 2 നിറയും, മാക്സിമം 2 നിറയും. അപ്പോൾ 2 നിറഞ്ഞു. അടുത്ത ഷെല്ല് ഇത് K ആണെങ്കിൽ അടുത്ത ഷെല്ല് L ആയിരിക്കും അല്ലേ. L ഷെല്ലിൽ മാക്സിമം 8 നിറയും. 8 നിറച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര നിറഞ്ഞെന്ന് പറയാം? 8ഉം 2ഉം കൂടെ കൂട്ടി 10 നിറഞ്ഞ്. അടുത്തത് M ഷെല്ലാണ്. M ഷെല്ലിൽ എത്ര നിറയും? M ഷെല്ലിൽ കുറേ നിറയും. പക്ഷേ ഇവിടെ നമുക്ക് അത്രയും നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആകെ 13 ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 8ഉം 2ഉം കൂടെ കൂട്ടി 10 നിലവിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. 10 കഴിഞ്ഞ് ഇനി 13ലേക്ക് എത്താൻ 3 കൂടിയേ നിറയാനുള്ളൂ. അപ്പോൾ 3 അടുത്ത M ഷെല്ലിൽ നിറഞ്ഞു കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ അലൂമിനിയം 13 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ, ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ അത് ഈ രീതിയിലുണ്ടാവും. 2, 8, 3. ഇനി ഇത് ചിത്രീകരിക്കാനാണ് നമ്മളോടുള്ള ചോദ്യം. ചിത്രീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും നടുവിലായിട്ട് ഈ സാധനം ഒന്ന് വായിക്കുന്നുണ്ട്. ഏറ്റവും മധ്യഭാഗത്തായിട്ട് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം എഴുതി കൊടുക്കണം. ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണം 13 എന്നുള്ള നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറത്തായിട്ട് ഒരുപാട് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്നറിയപ്പെടുന്ന സാധനം ഇങ്ങനെ വട്ടത്തിൽ കിടക്കുന്നുണ്ടാവും. റെഡി? ഇനി നമ്മൾ നേരത്തെ എഴുതിയതിനെ പ്രകാരം ഇതിനകത്തേക്ക് ഇലക്ട്രോണുകളെ നിറച്ചു കൊടുത്താൽ മതി. അതായത് നമ്മൾ നേരത്തെ എഴുതിയ 2, 8, 3 എന്നോ അങ്ങനെയാണ് 13 ആയല്ലേ. ഇനി ഓരോരുത്തരെയും നിറച്ചു കൊടുക്കാം. അതിന് വേറൊരു കളർ എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ നിറയുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ ഇതാ 1 ഇവിടെ നിറഞ്ഞു, 1 ഇവിടെ വരണം, 2 നിറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 8. 1, 2, 3, 4, 5, 6, 7, 8. ഇനി അടുത്ത ഷെല്ലിൽ, ലാസ്റ്റ് ഷെല്ലിൽ 3. അതെവിടെയെങ്കിലും വരച്ചു കൊടുത്താൽ മതി. തൽക്കാലം ഒരു മുഞ്ചിന് വേണ്ടി 1, 2, 3 ഈ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ വരും നമ്മുടെ ചിത്രം. ചിത്രീകരിക്കുക. L13 അലൂമിനിയത്തിൻ്റെ ചിത്രീകരണം, ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ രീതിയിലുണ്ടാവും. അടുത്ത ചോദ്യം. Mg അറ്റോമിക നമ്പർ 12 തന്നിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇത് പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലും പീരീഡിലും ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തുക. ഏത് ഗ്രൂപ്പിലും ഏത് പീരീഡിലും ഉൾപ്പെടുന്നു എന്നുള്ളത് കണ്ടെത്തുക. ശരി, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം നേരത്തെ നമ്മളോട് ചിത്രീകരിക്കാനാണ് പറഞ്ഞത്, ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Mg ആണ് ആൾ.
എം ജിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ 12 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കുറേ ഷെല്ലുണ്ടാവും. KLMN എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഷെല്ലുകളുണ്ടാവും. പോട്ടെ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള ആദ്യം തുടങ്ങാം. ഇതിൽ 12 എണ്ണമാണ് നമുക്ക് മാക്സിമം നിറയ്ക്കാനുള്ളത്. 12 എണ്ണം നിറയ്ക്കണം. ആദ്യത്തെ K ഷെല്ലിൽ 2 എണ്ണം നിറഞ്ഞു, L ഷെല്ലിൽ 8 എണ്ണം നിറഞ്ഞു. നിലവിൽ 10 എണ്ണമായി. 2ഉം 8ഉം കൂടെ കൂട്ടി 10 എണ്ണം നിലവിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി അടുത്ത ഷെല്ലിൽ M ഷെല്ലിൽ 8 2 കൂടി 10 നിറഞ്ഞ് കിടക്കുന്നുണ്ട്. 12ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ M ഷെല്ലിൽ 2 എണ്ണം കൂടെ നിറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറയും. എഴുതി കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. 2 8 2 2 8 2 എന്നുണ്ടാവും. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരീഡിലാണ് മൂപ്പര് ഉൾപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 1 2 3 ഷെല്ലുകളാണ് നിലവിലുള്ളത്. ഇത് ഒന്നാമത്തെ ഷെല്ലിൽ, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ 3 ഷെല്ലുകളാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം മൂപ്പര് ഉൾപ്പെടുന്ന പീരീഡ് 3 ആയിരിക്കും. പീരീഡ് 3 ആയിരിക്കും. ഇനി അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണ് നിറഞ്ഞു കിടക്കുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തേലാണ്. അതിൽ എത്ര എണ്ണം നിറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ 2 എണ്ണം. 2 ഇലക്ട്രോണാണ് അവസാനത്തെ ഷെല്ലിൽ നിറഞ്ഞു കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറയാം ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. അപ്പോൾ പീരീഡ് 3, ഗ്രൂപ്പ് 2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അമോണിയം ക്ലോറൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ലായനികൾ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കുന്നു. ഏത് വാതകമാണ് ഉൽപ്പാദിപ്പിക്കുമെന്ന്? അടുത്ത ചോദ്യം, താപനില വർദ്ധിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? 2 ചോദ്യങ്ങളാണ്. അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ലായനികൾ ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടായി കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ അത് അമോണിയ ആയിരിക്കും. അമോണിയ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനത്തിന് നിരക്ക് വർദ്ധിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? താപനില കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചൂട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, താപം കൊടുക്കുക അല്ലെങ്കിൽ താപനില കൂട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് തന്മാത്രകളുടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ കണികകളുടെ ഗതികോർജം കൂടുന്നു എന്നുള്ളതാണ്. ഗതികോർജം കൂടുന്നു. അപ്പോഴാണ് രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് വർദ്ധിക്കുന്നത്. ഗതികോർജം കൂടുന്നു എന്ന് പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയും പറയാം, ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയാം. റെഡി? അതും അല്ലെങ്കിൽ ത്രഷോൾഡ് ഊർജ്ജം, ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കൂടി എന്നുള്ള രീതിയിൽ പറയാം. അടുത്ത ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിൽ ചൂടാക്കുന്നു. ഓക്കെ, എരിയുന്ന തീപ്പെട്ടിക്കുള്ളിൽ ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു. എന്ത് സംഭവിക്കും? ഏത് വാതകമാണ് ഉൽപ്പാദിപ്പിച്ചത്? അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ട്യൂബ് ഉണ്ടാവും. മൂപ്പരെ ചൂടാക്കിയാൽ അത്ര പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല, ചൂടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ട്യൂബ്. അങ്ങനെയുള്ള ട്യൂബിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബ് പോലെ തന്നെ ഉണ്ടാവും. ട്യൂബിലേക്ക് എടുത്തിട്ട് ട്യൂബിലേക്ക് എടുക്കുന്നു. അതിനുശേഷം മൂപ്പരെ ചൂടാക്കിയതിന് ശേഷം എരിയുന്ന തീപ്പെട്ടിക്കുള്ളി എന്ന് വെച്ചാൽ കത്തിക്കഴിഞ്ഞിട്ട് ആ കണൽ കെടാണ്ടുള്ള നിൽക്കുമ്പോഴുള്ള ആ ഒരു സമയമില്ല, ഇങ്ങനെ ചുവന്ന കളറിലായിട്ട്, ആ സമയത്തുള്ള അത്തരത്തിലുള്ളൊരു തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്നു. എന്ത് സംഭവിക്കും? ഏത് വാതകമാണ് ഉൽപ്പാദിപ്പിച്ചത്? അങ്ങനെ 2 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ശരിക്കും ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യൻ എഴുതാൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ O2 ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഓക്സിജൻ വാതകം ഉണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ബാക്കി പോകാം. ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് തീപ്പെട്ടിക്കുള്ളി കടത്തി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ആളിക്കത്തും, അല്ലെങ്കിൽ അത് ആളിക്കത്തും എന്ന് പറയാം. അപ്പോൾ നേരത്തെ കത്തിയിട്ടാണോ ഉള്ളത്? അല്ല, നേരത്തെ അത് എരിയുന്ന തീപ്പെട്ടിക്കുള്ളിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്തുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അത് കത്തുന്നതായിട്ട് കാണാം. അങ്ങനെ കത്താൻ കാരണം എന്താ? ഈ ഓക്സിജൻ ഉണ്ടായതുകൊണ്ടാണ്. O2 എന്ന് പറയുന്നത് ഓക്സിജൻ ഉണ്ടായതുകൊണ്ടാണ്. റെഡിയാണ്? അടുത്ത ചോദ്യം, അരോമാറ്റിക് ഹൈഡ്രോ കാർബണിന് ഒരു ഉദാഹരണം എഴുതുക. ഇതിൻ്റെ തന്മാത്രാ സൂത്രവും എഴുതുക. അപ്പോൾ ഉദാഹരണം വേണമെങ്കിൽ ബെൻസീൻ പറയാം, അല്ലെങ്കിൽ നാഫ്തലിൻ പറയാം. ഏതെങ്കിലും ഒന്നേ വേണ്ടൂ. 2 മാർക്കിന് ചോദ്യത്തിൽ ഉദാഹരണം എഴുതുന്നതിന് 1 മാർക്ക്, തന്മാത്രാ സൂത്രം എഴുതുന്നതിന് 1 മാർക്ക്. ബെൻസീൻ, നാഫ്തലിൻ രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതുക. തൽക്കാലം ബെൻസീൻ എഴുതുകയാണെങ്കിൽ
അതിൻ്റെ തന്മാത്രാ സൂത്രം ഏത് രീതിയിലുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഉള്ള ഒരു കോമ്പൗണ്ട്. ഇതിൻ്റെ അകത്ത് ബെൻസീൻ്റെ അകത്ത് കാർബണും ഹൈഡ്രജനും ഉള്ളത്. അതിൽ 6 കാർബൺ ഉണ്ടാവും, അത്ര തന്നെ ഹൈഡ്രജൻ ഉണ്ടാവും. 6 കാർബണും 6 ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ അല്ലേ. അപ്പോൾ ബെൻസീൻ എന്ന് എഴുതിയാൽ 1 മാർക്ക് കിട്ടി. ഈ സാധനം C6H6 എന്ന് എഴുതിയാലും 1 മാർക്ക് കിട്ടി. അങ്ങനെ 2 മാർക്ക്. നെക്സ്റ്റ് ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്ക് വീഡിയോൻ്റെ ഒരുപാട് ലെങ്ത് ആയി പോകും. അത് അടുത്ത വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം. റെഡി? അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ഏരിയ ടെക്സ്റ്റിൻ്റെ അകത്ത് നോക്കിയിട്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ വേറെ ഏതിൻ്റെങ്കിലും ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാൻ വരാം. ഇനി അതല്ല, ചിലപ്പോൾ എന്താ പറയുക, നേരത്തെ നമ്മൾ എഴുതിയില്ലേ ഈ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി, അത് ഏത് ഗ്രൂപ്പിലും പീരീഡിലും ഉൾപ്പെടുന്നു എന്നുള്ള കണ്ടെത്തി. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് തന്നിട്ട് അത് ഏത് ഗ്രൂപ്പിൽ ഏത് പീരീഡിലൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്താൻ വേണ്ടി ചോദിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.